സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും പോകും, ജനങ്ങളെ കാണും, വോട്ട് അഭ്യർത്ഥിക്കും. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഫാസിസത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ആളുകളാണ് ഈ ഫാസിസ്റ്റ് നടപടി എടുത്തിരിക്കുന്നത്. ഞാൻ SFI DYFI ഗുണ്ടകളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സ്ഥാനാർത്ഥികളെ വഴിയിൽ തടഞ്ഞു വച്ചാൽ, ഞങ്ങളെ സ്ഥാനാർത്ഥികളെ പ്രചാരണത്തിന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ KSU അല്ല, SFI അല്ല, MSF അല്ല, ആര് വന്നാലും നിങ്ങളും സ്ഥാനാർത്ഥികൾ ഇവിടെ 20 മണ്ഡലങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥികളെ അങ്ങനെ അധിക്ഷേപിക്കാൻ വന്നാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാവും. ഇത് ജനാധിപത്യ സംവിധാനമാണ്. ഇത്തരത്തിലുള്ള ഹൂളിഗനിസം രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാൻ പാടില്ല. അങ്ങേറ്റ തെമ്മാടിത്തമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തടഞ്ഞു വെക്കുക, അവരെ ആക്ഷേപിക്കുക, അവരെ തെറി പറയുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ തടഞ്ഞവരോട്, അവർ ജനിച്ചത് ജയിലിലാണ്. ആ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ ജയിലിലാണ് ജനിച്ചത്. അവരുടെ അമ്മ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയിട്ട് പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ പോയി. ആ കാലത്താണ് അവർക്ക്, ആ കുട്ടികൾ ജയിലിലായിരുന്നു. ജയിലിൽ കിടന്നുകൊണ്ടാണ് അവരുടെ ശൈശവം. അതുകൊണ്ട് ഈ മാതിരി ചപ്പടാച്ചി വിദ്യകളൊന്നും ഇങ്ങോട്ടെടുക്കണ്ട. മലപ്പുറം ജില്ലയിൽ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഫാസിസ്റ്റ് സമീപനം നിങ്ങൾ സ്വീകരിച്ചാൽ അതിനെ ഏത് നിലയ്ക്ക് ഞങ്ങൾ നേരിടും. ഞങ്ങൾ മുട്ടുമടക്കാൻ പോകുന്നില്ല. മലപ്പുറത്ത് BJP ഇത്രയും പേടിയാണോ നിങ്ങൾക്ക്? മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ, രാഹുൽ ഗാന്ധിയുടെ ഉറച്ച കോട്ടയിൽ ഇത്രയും പേടിയാണോ BJPയെ? BJP സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് പ്രചാരണം നടത്തിയാൽ ഒലിച്ചു പോകുന്നതാണോ നിങ്ങളുടെ ശക്തി ദുർഗങ്ങളെല്ലാം? ഒരു കാര്യം ഞാൻ പറയാം, ഇത് ജനാധിപത്യ സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളെ വഴിക്ക് വിടുക, നിങ്ങൾ നിങ്ങളെ വഴിക്ക് പ്രചരണം നടത്തുക. അതിനപ്പുറത്തേക്ക് കടന്നു വന്നാൽ ഞങ്ങൾ കൈകെട്ടിയിരിക്കാൻ പോകുന്നില്ല.